Bismillahirrahmanirrahim. We are discussing the names of Allah. Asma'ul Husna. Out of 99 names of Allah, we have discussed 76 names. Which are they? الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق الباري المصور الغفار القهار الوهاب الرزاق الفتاح العليم القابل الباسط الخافض الرافع المعز المذل السميع البصير الحكم العدل اللطيف الخبير الحليم العليم الغفور الشكور العليم الكبير الحفيظ المقيت الحسيب الجليل القدير الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحصي المبدي المعيد المحيي المميت المميت الحي القيوم الواجد الماجد الواحد الأحد الصمد القادر المقتدر المقدم المؤخر الأول الآخر الظاهر الباطن. Next thing, Al-Wali. Al-Wali means one who protects, one who governs. Governs, the governor, the protector. Allah says, وَمَا لَهُم مِّن دُونِهِ مِن وَالٍ. And besides him, they have no protector. وَمَا لَهُم مِّن دُونِهِ مِن وَالٍ. And besides him, there is no protector for them. وَمَا لَهُم. For them, there is إِلَّا مِن دُونِهِ. Besides him. അവനെ കൂടാതെ അവർക്കൊരു വാലി ഇല്ല. വാലി means protector. സംരക്ഷിക്കുന്നവൻ. എന്താണ്? സംരക്ഷിക്കുന്നവൻ. വാലി means സംരക്ഷിക്കുന്നവൻ. അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്നവൻ, നയിക്കുന്നവൻ. നെക്സ്റ്റ് അൽ-മുതആലി. നെക്സ്റ്റ് നെയിം അൽ-മുതആലി, the most exalted, ഏറ്റവും ഉന്നതൻ. Al-Muta'ali, aynan, Al-Muta'ali. Allah says, Alimul ghaybi wa shahadatil kabirul muta'al. He is the one who knows the unseen, the great, the most high. Alimul ghayb. Allah knows all ghayb. La ya'lamul ghayba illa Allah. Ghayb Allahunallada ariyilla. Ghayb. പൂർണ്ണമായിട്ടും ghayb ആത്യന്തികമായിട്ട് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. കംപ്ലീറ്റ് ഗൈബും ആർക്കറിയുള്ളൂ? അള്ളാഹു അറിയിച്ചു കൊടുത്താൽ ചിലപ്പോൾ അമ്പിയാക്കൾക്കൊക്കെ ചില സമയങ്ങളിൽ അറിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഗൈബ് അള്ളാഹ്ക്ക് മാത്രം അറിയാവുന്നതാണ്. ശരി. ആലിമുൽ ഗൈബി വശഹാദ. He knows the seen and the unseen. He knows the seen and the unseen. Al-Kabir. Al-Kabir means the great. Al-Kabir, the great. എന്താർത്ഥം മലയാളത്തില്? വലിയവൻ. ഒന്ന് വലിയ വലിയവൻ എന്നാണ് പറഞ്ഞൂടെ? വലിയവൻ. അൽ-മുതആൽ എന്താണ്? ഏറ്റവും ഉന്നതൻ. അൽ-മുതആൽ. ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ. അൽ-മുതആലി എന്നുള്ളത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്. അൽ-ബർറു. നെക്സ്റ്റ് അൽ-ബർറു means the benign, the source of all goodness, all virtue. Barr means virtue. പഠിച്ചതാണ് നേരത്തെ. ബർറ് എന്ന് പറഞ്ഞതാണ്. virtue എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ? മലയാളം നന്മ. virtue and vice കേട്ടില്ലേ? നന്മയും തിന്മയും, ഖൈർ ഷർ എന്നൊക്കെ പറയുന്നത്. ബർറ് മീൻസ് നന്മ. ബിർറ് മീൻസ്
ബർറ് ബിർറ് ബുർറ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ബുർറ് എന്താ? ബുർറ് ബുർറ് എന്താ പറ? ബുർറ് ബുർറ് ഗോതമ്പ്. എന്താണ്? ബുർറ് ഗോതമ്പ്. ഗോതമ്പല്ല, ഗോതമ്പ്, ഗോതമ്പ്, വീറ്റ്. അൽ ബർറു, ബർറ് എന്ന് പറഞ്ഞാൽ നന്മയുള്ളവൻ. എന്താണ്? കരുണയുള്ളവൻ, നന്മയുള്ളവൻ, നന്മ നിറഞ്ഞവൻ. ഇന്നഹു ഹുവൽ ബർറുർ റഹീം. Allah says innahu huwal barrur rahim. Surely he is the benign one, the merciful. അടങ്ങിയിരിക്കാൻ പറയട്ടില്ലേ? അടങ്ങിയിരിക്കാൻ പറഞ്ഞ കേട്ടോ. അത്തവാബ്, അത്തവാബ്. നെക്സ്റ്റ് അത്തവാബ്. താത്താക്ക് പറഞ്ഞു കൊടുക്കട്ടെ. അത്തവാബ്, ഗ്രാൻഡർ ആൻഡ് അക്സെപ്റ്റർ ഓഫ് റിപ്പൻറ്റൻസ്. Grantor of Tawbah, acceptor of Tawbah. If when we do Tawbah, നമ്മൾ തൗബ ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നത് അള്ളാഹു ആണ് അല്ലേ? അള്ളാഹ് നമ്മൾ തൗബ സ്വീകരിക്കും. അള്ളാഹ് തൗബ സ്വീകരിക്കുന്നവനാണ്. അതാണ് തവ്വാബ് എന്ന് ഉദ്ദേശിക്കുന്നത്. وأنا التواب الرحيم. Allah says وأنا التواب الرحيم in Surah Al-Baqarah. وأنا التواب الرحيم, and I am Tawwab and Rahim. അള്ളാഹ് ഞാൻ തവ്വാബും റഹീമുമാണ്. റഹീം എന്നൊക്കെ നേരത്തെ പഠിച്ച റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? തവ്വാബ്, റഹീം. അൽ മുൻതഖിം. നെക്സ്റ്റ് അൽ മുൻതഖിം. Al Muntaqim means the Lord of retribution or the avenger, one who avenges. പ്രതികാരം ചെയ്യുന്നത്, കഠിനമായിട്ട് പ്രതികാരം ചെയ്യുന്നത് അള്ളാഹു. അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നാൽ ഉള്ള പ്രതികാരം. അല്ലാഹു says ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമീൻ. ഇന്നാന്ന് പ്ലൂറലായിട്ട് ബഹുവചനമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പ്ലൂറൽ. ഇന്നാ, ഇന്നാ മീൻസ് ഇന്നാ നഹ്നു, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമീൻ. അള്ളാഹ് പറയണ്ടായിട്ടല്ല, അള്ളാഹ് സ്വയം ബഹുമാനിച്ചുകൊണ്ട് പറയണം. എന്ത്? ഇന്നാ, നാം. നിശ്ചയം നാം എന്ന് പറഞ്ഞാൽ കുറെ അള്ളാഹ് ഉണ്ടെന്നല്ല അതിനർത്ഥം. നിശ്ചയം നാം, ഷുവർലി വി, നിശ്ചയം അത്തരം ധിക്കാരികളോട് നാം പ്രതികാരം ചെയ്യുന്നതാണ്. എന്താണ്? റിട്രിബ്യൂഷൻ. വി വിൽ അവെഞ്ച് the sinners. Next, al-afu, al-afu, the partner, the pardoner, one who pardons, one who pardons. Pardon means pardon, maap. Maap. Allah is pardoning, forgiving. Afu and afur. Afu and afur, both are simultaneously used. ഒരേ ഒന്നിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും, കമ്പൈൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അഫുവൻ അഫൂർ, അഫുവ് അഫൂർ. അഫുവ് എന്ന് പറഞ്ഞാൽ ദോഷം, നമ്മൾ പാപങ്ങൾ ചെയ്ത് അള്ളാഹു മായ്ച്ചു കളയുന്നത്. അഫുവാണ്, അള്ളാഹ് മാപ്പാക്കുന്നത്. അഫൂർ പുറത്തു തരുന്നത്. വകാന അല്ലാഹു അഫുവൻ അഫൂറ, വകാന അല്ലാഹു അഫുവൻ ഗഫൂറ. അഫു ഐന്, ഗഫൂർ ഗൈന്. നെക്സ്റ്റ് Ar-Ra'uf, the clement, the most kind. Wa inna Allaha bikum la-ra'ufur rahim. This time Allahu Ra'ufum Rahimumana. Ra'uf also kindness, having kindness, having kindness, kind. Allah is kind towards His creation. Next, Al-Malikul Mulk. Al-Malikul Mulk, owner of the kingdom. എല്ലാ കിങ്ഡത്തിന്റെയും അധിപൻ, രാജാതിരാജൻ. കിങ് ഓഫ് ഓൾ കിങ്സ്. അപ്പൊ എല്ലാ രാജാക്കന്മാരുടെയും രാജാവ്, മൊത്തം സാമ്രാജ്യത്തിന്റെ അധിപൻ ആണ് ആര്? എല്ലാ മുൽക്കിന്റെയും അധിപനായ മാലിക്, മാലിക്കുൽ മുൽക്ക്. അതിന്റെയൊക്കെ ഓണർ, എല്ലാ കിങ്ഡത്തിന്റെയും ഓണർ മാലിക്കുൽ മുൽക്ക്. മലിക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മലിക്, ഓണർ ഓഫ് ദി കിങ്ഡം, രാജാതിരാജൻ, സാമ്രാജ്യത്തിന്റെ അധിപൻ. കുലില്ലാഹു കുൽ قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إن الله على كل شيء قدير. Allah says, അള്ളാഹു മുൽക്കിനെ കുറിച്ച് പറയണേ. അള്ളാഹുവിന്റെ മുൽക്കിനെ കുറിച്ചുള്ള പറയണേ. കുൽ, say, O Prophet, O Nabi, Muhammad Nabi sallallahu alaihi wasallam പറയണേ,
ജനങ്ങളോട് പറയാൻ വേണ്ടി പറയണം. എന്ത്? ഖുൽ അല്ലാഹുമ്മ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. ഖുൽ അല്ലാഹുമ്മ അല്ലാഹ് മാലിക്കൽ മുൽക്ക് മാസ്റ്റർ ഓഫ് ദ കിങ്ഡം, ഓണർ ഓഫ് ദ കിങ്ഡം, രാജാതിരാജൻ, എല്ലാ സാമ്രാജ്യങ്ങളുടെയും അധിപൻ, ഉടമസ്ഥൻ. തുഅ്തിൽ മുൽക മൻ തശാ, തുഅ്തിൽ മുൽക മൻ തശാ, തുഅ്തി നീ തരുന്നു, അൽ മുൽക്ക് മുൽക്ക് ആധിപത്യം തരുന്നു ആർക്ക്? മൻ തശാ നീ ഉദ്ദേശിച്ചവർക്ക്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ നീ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് നീ ആധിപത്യം എടുത്തു കളയുന്നു, അധികാരം എടുത്തു കളയുന്നു, കിങ്ഡം എടുത്തു കളയുന്നു. വതുഇസ്സു മൻ തശാ നീ ഉദ്ദേശിക്കുന്നവരെ നീ എന്ത് നൽകുന്നു? ഇസ്സത്ത് നൽകുന്നു, ഉന്നതിയിലാക്കുന്നു, അഭിജാത്യം നൽകുന്നു. വതുദില്ലു മൻ തശാ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്യത നൽകുന്നു, അവരെ തരം താഴ്ത്തുന്നു. ശരിയല്ലേ? ബിയദിക്കൽ ഖൈർ നിന്റെ കയ്യിലാണ് എന്ത്? എല്ലാ ഖൈർ. ഖൈർ മീൻസ് നന്മ. ഉറക്കെ പറയണം. നല്ല പറഞ്ഞ പോലെ നന്മ. ഒന്ന് പറയണേ നന്മന്ന് എന്ന് ശങ്കിച്ചിരിക്കുന്നു. ബിയദിക്കൽ ഖൈർ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഖൈറിന്റെ ഓപ്പോസിറ്റ് ഖൈറും വിദ് ഖൈറും പിന്നെ ഷർറും. ഖൈറും ഷർറും ഒക്കെ എപ്പോഴും പഠിക്കണല്ലേ? ഖൈറും ഷർറും അറിയില്ലേ? ഖൈർ ഷർ. ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. surely you have the power over all things. നിനക്ക് എല്ലാത്തിന്മേലും കഴിവുണ്ട്, എല്ലാത്തിന്മേലും ശക്തിയുണ്ട്, കഴിവുണ്ട് എന്നാണ്. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إن الله على كل شيء قدير. قل اللهم مالك الملك. Say Allah master of the kingdom. تؤتي الملك من تشاء. You give the kingdom to whomsoever you please. You give the kingdom, you give the mulk to whomsoever you please. നിനക്ക് ഇഷ്ടമുള്ളവർക്ക് നീ ആധിപത്യം നൽകുന്നു, മുൽക്ക് നൽകുന്നു, പവർ നൽകുന്നു, അധികാരം നൽകുന്നു, രാജാധിപത്യം നൽകുന്നു, ശരി, ഭരണാധികാരം നൽകുന്നു. تؤتي الملك من تشاء وتنزع الملك ممن تشاء. نزع means to remove. نزع means to remove. നീക്കം ചെയ്യുക. എന്താണ് remove means? നീക്കം ചെയ്യുക. تنزع الملك ممن تشاء. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ എന്ത് ചെയ്യുന്നു? രാജാധികാരം, ആധിപത്യം, മുൽക്ക് എടുത്തു കളയുന്നു. ശരി. അള്ളാഹു ചിലപ്പോൾ ആധിപത്യം കൊടുത്ത ആള്, കഴിവ് കൊടുത്ത ആള്, ആ കഴിവ് അള്ളാഹ്ക്ക് എടുത്തു കളയാനും കഴിയും, ഏത് നിമിഷം കഴിയും. ശരി. ഇല്ലേ, ഇപ്പൊ നമ്മള് പല നാടുകളിൽ ഭരിച്ചിരുന്ന ആളുകളൊക്കെ പിന്നീട് ആ അധികാരമൊക്കെ പോയി വേറെ ആളുകൾ അധികാരത്തിൽ വരുന്നു അല്ലേ? പല നാടുകളിലും ലോകത്ത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء and you exalt whoever you please. നീ ഉദ്ദേശിക്കുന്നവരെ നീ എന്ത് ചെയ്യുന്നു? എക്സാൾട്ട് ചെയ്യുന്നു, എക്സാൾട്ട് ഉന്നതിയിലേക്കാക്കുന്നു, ഇസ്സത്ത് നൽകുന്നു. വതുദില്ലു മൻ തശാ. ചിലർക്ക് ദില്ലത്തായിരിക്കും. എന്ത്? വതുദില്ലു മൻ തശാ and abase തരം താഴ്ത്തുന്നു, അബേസ് ചെയ്യുന്നു. whom you please. നീ ഉദ്ദേശിക്കുന്ന ആരെയും നീ തരം താഴ്ത്തുന്നു. ബിയദിക്കൽ ഖൈർ and in your hand is goodness. ഖൈർ means നന്മ. എന്നിട്ട് എന്താണ് ഖൈറിന്റെ ഉള്ളത്? ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ? അതെന്താണ് ആ വിശ്വാസം? എന്താ പറയാ? ഈമാൻ കാര്യത്തിലെ ആറാമത്തെ എന്താണ്? ഖദർ വിശ്വാസം അല്ലേ? ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുന്നത് എന്താ പറയാ? ഖദറിലുള്ള വിശ്വാസം അല്ലേ? ഖദറിലുള്ള വിശ്വാസം. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ബിയദിക്കൽ ഖൈർ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. surely you have the power over all things. നിനക്ക് എല്ലാത്തിനും കഴിവുണ്ട്, എല്ലാത്തിന്മേലും നിനക്ക് കഴിവുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും കഴിവുണ്ട്. ഇദുൽ ജലാലി വൽ ഇക്റാം. നെക്സ്റ്റ്, possessor of majesty or glory and honor. honor, glory, പ്രശസ്തി എല്ലാം ഉള്ളത്, വളർന്നുടങ്ങിയ
വളർമ്മ ഉടയവൻ അല്ലെങ്കിൽ ഇക്റാം ജലാലിയത്ത് ഇക്റാം ഉള്ളവൻ. تبارك اسم ربك ذي الجلال والإكرام. Allah says, blessed is the name of your Lord, the Lord of glory and honor. പ്രശസ്തിയുടെയും ആദരവിന്റെയും റബ്ബായ നിന്റെ റബ്ബിന്റെ നാമം പുകഴ്ത്തപ്പെട്ടിരിക്കുന്നു. ബ്ലസ്ഡ് അനുഗ്രഹീതമായിരിക്കുന്നു. നെക്സ്റ്റ് അൽ മുഖ്സിത്ത്. എന്താണ് അൽ മുഖ്സിത്ത്? അൽ മുഖ്സിത്ത് മീൻസ് ദ ജസ്റ്റ്, ദ ഇക്വിറ്റബിൾ, ദ ജസ്റ്റ്, നീതിമാൻ. അള്ളാഹു ജസ്റ്റിസ് ഇഷ്ടപ്പെടുന്നവനാണ്, നീതിമാനാണ്. അള്ളാഹു തന്നെ നീതിമാനാണ്. ശരിയല്ലേ? شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط. Allah says, شهد الله, Allah testified that أنه لا إله إلا هو, there is no God but He. لا إله إلا هو means അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റാരുമില്ല. അതാണ് there is no God but He except He. والملائكة أولو العلم. Not only Allah testifies, Allah മാത്രമല്ല ടെസ്റ്റിഫൈ ചെയ്യുന്നത്, പിന്നെ angels and those who have knowledge. മലായിക്കത്ത് മീൻസ് മലായിക്കത്ത് മലക്കുകൾ ഒക്കെ പറ, ശബ്ദം പോയ മലക്കുകൾ. എന്താണ് മലക്കുകൾ? മലായിക്കത്ത്, മലക്കുൻ ജമ്മ് മലായിക്കത്ത് അല്ലേ? അപ്പൊ ഉലുൽ ഇൽമ്, ഇൽമ് മീൻസ് ഇൽമ്, ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. ആലിം, ആലിം അറിവുള്ളവൻ. ആലിമുൽ ഗൈബി വശഹാദ പറഞ്ഞാത്ത പറഞ്ഞില്ലേ? ഉലമാ എന്താണ്? ആലിമുൻ ജമ്മ് ഉലമാ പണ്ഡിതന്മാർ, അറിവുള്ളവർ അല്ലേ? അപ്പൊ ഉലുൽ ഇൽമ്, ഉലുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവുള്ള ആളുകൾ. എന്താണ്? അറിവുള്ള ആളുകൾ, അതായത് പണ്ഡിതന്മാർ. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. شهد الله أنه لا إله إلا هو والملائكة أولو العلم. പിന്നെ അള്ളാഹ് പറയുന്നത് ഖായിമൻ ബിൽ ഖിസ്ത്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല, ഒരു ഇലാഹുമില്ല. പിന്നെ ഖായിമൻ ബിൽ ഖിസ്ത്, മെയിൻറ്റെയിനിങ് ഹിസ് ക്രിയേഷൻ വിത്ത് ജസ്റ്റിസ്. അവന്റെ സൃഷ്ടികളുമായി അവൻ നീതിയോടെ ഇടപെടുന്നവനാണ്, നീതിയോടെ ഇടപെടുന്നവനാണ്. ഖിസ്ത്, ഖിസ്ത് മീൻസ് ജസ്റ്റിസ്, അദ്ൽ. എന്താണ് അദ്ൽ? നീതി, justice, the equitable, the just, justice, J-U-S-T. Next, al-jami'. എന്താണ് al-jami'? ജമാ means ഒരുമിച്ച് കൂട്ടി. ജമാ കളക്റ്റഡ്, ഒരുമിച്ച് കൂട്ടി. കളക്റ്റഡ്, ഒരുമിച്ച് കൂട്ടി. കളക്ട് ചെയ്യാറില്ലേ? കേട്ടിട്ടുണ്ടോ? കളക്ട് ചെയ്യാൻ. al-jami' ഇത് ഇസ്മുൽ ഫായിലാണ്. al-jami' എന്താ പറയുക? ഫാല, ഫായിലു, കതബ, കാതിബ്, കതബ എഴുതി, ഫാല പ്രവർത്തിച്ചു, ഫാല പ്രവർത്തിച്ചു. അതിന്റെ ഇസ്മുൽ ഫായിലി ഫായിലു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? പ്രവർത്തിക്കുന്നവൻ. അപ്പൊ കതബ എന്താ അർത്ഥം? എഴുതി, റോട്ട്. അപ്പൊ വൺ ഹു റൈറ്റ്സ് ഈസ് എഴുതുന്ന ആളാരാ? കാത്തിബ്. അവർക്ക് പറയണം. നസറ, നസറ മീൻസ് സഹായിച്ചു, ഹെൽപ്ഡ്. സോ വൺ ഹു ഹെൽപ്സ് ഈസ് നാസിർ. അവർക്ക് പറയണം. ഖറഅ മീൻസ്, ഖറഅ മീൻസ് വായിക്കുക. ഖറഅ വായിച്ചു, മാദിയാണ് അല്ലേ? മാദി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, ഭൂതകാലല്ലേ? കേട്ടിട്ടില്ലേ? അപ്പൊ ഖറഅ മീൻസ് റെഡ്, വായിച്ചു. വൺ ഹു റീഡ്സ്, വായിക്കുന്നവൻ. അതേപോലെ പറ ഖാരിഉൻ, ഖാരിഉൻ അല്ലേ? ഖാരിഉൻ ഉറക്കെ പറയണം. ഖാരി. അതേപോലെ ജമാ ജാമിഉൻ. അൽ ജാമിഉ, അൽ ജാമിഉ the gatherer, one who gathers, one who collects, one who collects, one who gathers. ഒരുമിച്ച് കൂട്ടുന്നവൻ. എപ്പോഴാണ് ഒരുമിച്ച് കൂട്ടുന്നത്? സമ്മേളിപ്പിക്കുന്നവൻ. ജാമിഉ, അൽ ജാമിഉ. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. One dua, one supplication from Quran. Quran in one dua. Quran in one dua, supplication, dua. ربنا, O Lord, our Lord. إنك جامع الناس. Certainly you are the one who gathers men. Gathers men. One who gathers men. One who collects men. Men means men and women. Men എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമല്ല, men എന്ന് പറഞ്ഞാൽ ആളുകൾ എന്ന അർത്ഥത്തിൽ മൊത്തത്തിലാണ് പറയുന്നത് കേട്ടോ.
إنك جامع الناس. Certainly, you are the one who gathers people, the one who gathers men and women. നീ ആണ് ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നവൻ. എപ്പോ? ലിയൗമിൻ ലാ റൈബ ഫീഹ്. ലിയൗമിൻ ലാ റൈബ ഫീഹ് എന്താണ്? On a day about which there is no doubt. On a day about which there is no doubt. സംശയമേതുമില്ലാത്ത ഒരു ദിവസം. സംശയമേതുമില്ലാത്ത ഒരു ദിവസം ഏതാണ്? സംശയമില്ലാത്ത ദിവസം ഏതാ? ഖിയാമത്ത് നാൾ. വെരി ഗുഡ്. എന്താണ്? അഹ്സൻതി. അപ്പൊ ഖിയാമത്ത് നാളാണ് സംശയമില്ലാത്ത ദിവസം അല്ലേ? സംശയമില്ലാത്ത ദിവസം നമുക്ക് ഖിയാമത്ത് നാളാണ്. നേരെ വിളിച്ച് നാളെ ഉണ്ടാവുമോ നമുക്ക് ഉറപ്പില്ല അല്ലേ? പക്ഷെ ഖിയാമത്ത് നാൾ ഉണ്ടാവുന്ന ഉറപ്പാ. നാളെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. അപ്പൊ ഇന്ന് എന്താഴ്ച? വിച്ച് ഡേ ഇസ് ദിസ്? ഇന്ന് ദിവസം സാറ്റർഡേ, ശനിയാഴ്ചയാണ് അല്ലേ? യൗമുസ്സബ്ത്. അപ്പൊ നാളെ ഞായറാഴ്ചയാണ്. പക്ഷെ അടുത്തൊരു ദിവസം ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. ശരി. പക്ഷെ ഖിയാമത്ത് നാളുണ്ടാവുന്നുള്ളത് സംശയമില്ല. അപ്പൊ അതാണ് ലിയൗമിൻ ലാ റൈബ ഫീഹ്. There is no on a day about which there is no doubt. സംശയമില്ലാത്തൊരു ദിവസത്തെ ഒരു ദിവസം ആളുകൾ ഒരുമിച്ച് കൂട്ടുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ? അൽ ജാമിഅ. ഇന്ന അല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. Surely Allah will not fail his promise. അല്ലാഹുവിന്റെ വാഗ്ദത്തം ലംഘിക്കുകയില്ല. വഅദ ലംഘിക്കുകയില്ല. വഅദ്, അല്ലാഹുവിന്റെ വഅദ് അല്ലാഹു ലംഘിക്കുകയില്ല. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. പിന്നെ ബാങ്ക് ഇഖാമത്ത് വിളിച്ച ശേഷം അദാൻ അതിന്റെ ഇഖാമത്ത്. After that we say a dua. اللهم رب هذه دعوة التامة والصلاة القائمة وسيلة الفضيلة والدرجة الرفيعة وابعثه وعدته وارزقنا شفاعته يوم القيامة. Next, إنك لا تخلف الميعاد. കേട്ടില്ലേ? إنك لا تخلف الميعاد. لا, നീ നിശ്ചയം വാഗ്ദത്തം ലംഘിക്കുന്നതല്ല. إن الله لا يخلف الميعاد. നിശ്ചയം അല്ലാഹു വാഗ്ദത്തം ലംഘിക്കുകയില്ല. Next, al-ghani. Al-ghani, ghaynan, the all sufficient, self sufficient, സ്വയം പര്യാപ്തമായവൻ. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. Allah is self sufficient, praiseworthy. Al-Hamid we have discussed earlier. ghaniy, ghaniyan Allah. ghaniyan Allah, ഫഖീർ അല്ല. അൻതുമുൽ ഫഖറാ അല്ലാഹ് പറഞ്ഞു, നിങ്ങളാണ് ഫഖീർമാർ. അല്ലാഹ് എന്താണ്? അല്ലാഹ് ഗനിയ്യുൻ. അല്ലാഹു ഗനിയ്യുൻ. നെക്സ്റ്റ് അൽ മുഗ്നി. അല്ലാഹ് മുഗ്നിയുമാണ്. മുഗ്നി എന്താണ്? The enricher, one who gives richness, one who gives richness. സമ്പത്ത് നൽകുന്നവൻ. സമ്പത്ത് എന്ന് പറഞ്ഞാൽ മാല് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, എല്ലാ തരത്തിലും നമുക്ക് ഐശ്വര്യം നൽകുന്ന ആൾ. മനസ്സിലായില്ലേ? One who enriches, one who gives richness. അൽ മുഗ്നി. അൽ മുഗ്നി. അപ്പം അള്ളാഹു സ്വയം സമ്പന്നനാണ്. അള്ളാഹു സ്വയം നിരാശ്രയനാണ്, സ്വയം പര്യാപ്തനാണ്. അതേപോലെ അള്ളാഹു മറ്റുള്ളവർക്ക് നൽകുന്നവനാണ്. എല്ലാവർക്കും നൽകുന്ന ആരാണ്? അല്ലാഹുവാണ്. وَإِنْ خِفْتُمْ عَيْلَةً فَسَوْفَ يُغْنِيكُمُ اللَّهُ مِنْ فَضْلِهِ إِنْ شَاءَ إِنَّ اللَّهَ عَلِيمٌ حَكِيمٌ. وَإِنْ خِفْتُمْ عَيْلَةً. عَيْلَة means poverty. عَيْلَة means poverty, ദാരിദ്ര്യം. Poor means പാവപ്പെട്ട. റിച്ച് ദരിദ്രനായ അല്ലേ? അപ്പം ഫഖീർ ഗനി, ഫഖീർ ഗനി. അപ്പോൾ നമ്മൾ ഫഖീർ, ഫഖീർ മീൻസ് പോവർട്ടി, ഐലത്ത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഐലത്ത്, ദാരിദ്ര്യം, പട്ടിണി ഭയന്നാൽ, وَإِنْ خِفْتُمْ عَيْلَةً فَسَوْفَ يُغْنِيكُمُ اللَّهُ مِنْ فَضْلِهِ. And if you fear poverty, Allah will enrich you. فَسَوْفَ يُغْنِيكُمُ اللَّهُ مِنْ فَضْلِهِ. Allah will enrich you out of His grace, out of His fadl, out of His fadl, min fadli. ذَلِكَ min fadlillah. അല്ലേ? അപ്പോൾ അള്ളാഹു, നിങ്ങൾ ദാരിദ്ര്യം ഭയക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ പിന്നീട് എന്താക്കിയേക്കാം? നിങ്ങൾക്ക് ഐശ്വര്യം നൽകിയേക്കാം. ശരി. അപ്പം നിങ്ങൾ ദാരിദ്ര്യം ഭയക്കേണ്ടതില്ല.
if he pleases. Insha, if he intends, if he pleases, if he wills so. അള്ളാഹു അങ്ങനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ദാരിദ്ര്യം നൽകും. അല്ല, ദാരിദ്ര്യം ഒഴിവാക്കാം. അള്ളാഹു ഉദ്ദേശിച്ച ദാരിദ്ര്യം നൽകും ചെയ്യും. ശരിയല്ലേ? അപ്പം ദാരിദ്ര്യം ഒഴിവാക്കി നിങ്ങളെ വനിയാക്കുന്നവൻ, അതാണ് യുനീക്കുമുള്ള, നിങ്ങളെ അള്ളാഹു വനിയാക്കും, നിങ്ങളെ സമ്പന്നമാക്കുക. അഗ്ന യുനി, അഗ്ന മീൻസ് സമ്പന്നമാക്കി, സമ്പന്നനാക്കി. അഗ്ന എന്നുള്ളതിന്റെ ഇസ്മുൽ ഫായിലാണ് മുഗ്നി. അഗ്ന യുനി മുഗ്നി കേട്ടോ. അഗ്ന യുനി മുഗ്നി. അഫ്അല യുഫ്ഇലു മുഫ്ഇലു അല്ല പോലെ, അഫ്അല യുഫ്ഇലു മുഫ്ഇലു പോലെ. ഫഅല ഫായിൽ എന്നാണ് ഇസ്മുൽ ഫായിൽ, പക്ഷെ അഫ്അലന്റെ മുഫ്ഇലു എന്നാണ്. ശരി. അതേപോലെ അഗ്ന എന്നുള്ളതിന് മുഗ്നി എന്നാണ്. അൽ മുഗ്നി മീൻസ് വൺ ഹു enriches, one who gives richness, one who gives richness. Surely inna Allah alimun hakim, surely Allah is knowing and wise. Next, al mani, തടയുന്നവൻ, തടഞ്ഞു നിർത്തുന്നവൻ അല്ലാഹുവാണ്. The preventer or the defender. അപ്പോൾ ഹാംനെസ്, നമുക്ക് ഉപദ്രവം തടയുന്നത് അല്ലാഹുവാണ്. ഉപദ്രവം തടയുന്നത്, എന്തും തടഞ്ഞു വെക്കാൻ അല്ലാഹുവിന് കഴിയും. ശരി. ഉപദ്രവം മാത്രമല്ല, ഉപകാരം തടഞ്ഞു വെക്കാനും അല്ലാഹുവിന് കഴിയും. അല്ലേ? സ്കാരത്തിന് ശേഷം ചൊല്ലാറില്ലേ? ലാമാനി അലിമ ഔതൈത്, നീ തന്നത് തടയാൻ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അൽ മാനി, അല്ലാഹു സേസ് അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിന. അത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതല്ല, പക്ഷെ അത് ഇന്ന് മനസ്സിലാക്കാൻ മാനഅ മീനിങ്ങും അള്ളാഹു മാനഅണെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ശ്രദ്ധിച്ചോ. ഓ ടു ദേ ഹാവ് ഗോഡ്സ്. അം ലഹും ആലിഹ, ഇലാഹുൻ ജമ്മ ആലിഹ. ശരിക്കും ഇലാഹിൻ ജമ്മില്ല, കാരണം കുറെ ഇലാഹില്ലല്ലോ. പക്ഷെ മറ്റുള്ള പലരും മറ്റ് ഇലാഹുകൾ ആരാധിക്കുന്നു, ഇലാഹു എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ഇലാഹല്ല, റിയലി ദേ ആർ നോട്ട് ഇലാഹ്. ശരി. ഉള്ളി അള്ളാഹ്, one ilah is there. Am lahum alihatun. What do they have gods who can defend them? Tamna'uhum, അവരെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഡിഫൻസ് നൽകാൻ, അവർക്ക് പ്രതിരോധം തീർക്കാൻ, അവർക്ക് കവച അണിയിക്കാൻ, അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ തടുക്കാൻ പറ്റുന്ന ഇലാഹുകൾ അവർക്കുണ്ടോ? മിൻ ദൂനിന, നമ്മെ കൂടാതെ. നമ്മെ കൂടാതെ അവർക്ക് വേറെ ഇലാഹുകൾ ഉണ്ടോ എന്നുള്ള നെഗറ്റീവ് സെൻസിലുള്ള ചോദ്യമാണ്. ഇല്ല എന്നർത്ഥം. അപ്പൊ നാം ആരാണ്? അള്ളാഹ് ആരാണ്? നാം ആരാണ്? മാനിയാണ്. ശരിയല്ലേ? എന്നെ കൂടാതെ ഈ ബുദ്ധിമുട്ടുകൾ തടയുന്ന ഇലാഹുകൾ അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ശരിയല്ലേ? വേറെ എന്നെ കൂടാതെ ബുദ്ധിമുട്ടുകൾ തടയുന്ന ഇലാഹുകൾ അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന അർത്ഥത്തിലും, അതേപോലെ ഞാൻ മാനിയാണ് എന്ന അർത്ഥത്തിലുമാണ്. ശരിയല്ലേ? അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിന, or do they have gods who can defend them besides us? Besides us, നമ്മെ കൂടാതെ. നമ്മെ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാനുണ്ടായിട്ടില്ല. അള്ളാഹു അവിടെ ജംഅന്റെ സിയാ ഉപയോഗിക്കുന്നു അല്ലേ? എന്താണ്? ബഹുമാനപരിചയം, സ്വയം ബഹുമാനിക്കുന്നു അള്ളാഹു. അല്ലാഹു, അല്ലാഹു എന്താണ്? ദ അഫ്ലിക്റ്റർ, ബുദ്ധിമുട്ട് നൽകുന്നവനും അള്ളാഹുവാണ്. ശരി. അന്നാഫിയോൾ, അത് ചേർത്ത് വായിക്കേണ്ടതാണ്. അന്നാഫിയോൾ. നെക്സ്റ്റ്, അന്നാഫിയോൾ, നഫ്അ്, ദ ബെനഫിറ്റർ, വൺ ഹു ഗിവ്സ് ബെനഫിറ്റ്സ്, ഉപകാരം നൽകുന്നവനും അള്ളാഹുവാണ്. അള്ളാഹു സേസ് قل لا أملك لنفسي ضرا ولا نفعا إلا ما شاء الله. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞല്ലാതെ. പക്ഷേ قل, say O prophet, لا أملك لنفسي ضرا ولا نفعا, neither can I control myself, for myself, of any harm. എനിക്ക് തന്നെ എന്തെങ്കിലും ഉപദ്രവം തടയാൻ പറ്റില്ല. നബി വയോട് പറയണ ഇത്, എനിക്ക് തന്നെ എന്തെങ്കിലും ഉപദ്രവം തടയാൻ പറ്റില്ല. വലാ നഫ്അ, nor can I benefit myself in aught. ഇനി എനിക്ക് സ്വയം എനിക്കൊരു ഉപകാരം ചെയ്യാൻ തന്നെ എനിക്ക് പറ്റില്ല. നബി പറയണം. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ ആൾക്കാർക്ക്.
ശരിയല്ലേ? ജനങ്ങൾക്ക് എങ്ങനെ? ഇല്ലാ മാഷാ അല്ലാഹ്, എക്സെപ്റ്റ് വാട്ട് അല്ലാഹ് പ്ലേസസ്. അല്ലാഹ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ. അല്ലാഹ് ഉദ്ദേശിക്കുന്ന ഒരു ഉപകാരം മാത്രമേ നബിക്ക് ജനങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. ജനങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ മാത്രമല്ല, നബിക്ക് പോലും സ്വയം ഒരു ഉപകാരം ചെയ്യാൻ നബിക്ക് കഴിയില്ല. നബിക്ക് പോലും ഒരു ഉപദ്രവം ചെയ്യാൻ നബിക്ക് കഴിയില്ല എന്നുള്ളതാണ് പറയാം. എന്ത്? അങ്ങനെ പറയാൻ നബി പറഞ്ഞ കൽപ്പനയാണ് അല്ലേ? കുൽ, നബിയെ തങ്ങൾ പറയുക, ലാ അംലികു ലിനഫ്സി ളർറൻ വലാ നഫ്അൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. Neither can I control for myself of any harm, nor can I benefit myself in aught. Illa ma sha Allah, except what Allah pleases, except what Allah intends, except what Allah wills. Allah ഇഷ്ടപ്പെടുന്നതല്ലാതെ, അള്ളാഹ് വിചാരിക്കുന്നതല്ലാതെ. ശരി. അപ്പൊ അള്ളാഹു നൽകുന്ന കഴിവാണ് മറ്റാർക്കും ഉള്ളൂ. ശരി. അള്ളാഹു നൽകുന്ന കഴിവ് മാത്രമേ മറ്റാർക്കും ഉള്ളൂ. സ്വയം കഴിവുള്ള ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ശരി. قل لا أملك لنفسي ضرا ولا نفعا إلا ما شاء الله. Allah says. النور. Next, النور. النور. അള്ളാഹുവിന്റെ ഒരു പേരാണെന്ത്? النور. നൂർ മീൻസ് നൂറ്. ജബലുന്നൂർ എന്ന് പറഞ്ഞൊരു പർവ്വതമുണ്ട്. അത് ശരിയാണ്. അത് അവിടെ എന്താണ്? നബി ആയിട്ട് ബന്ധപ്പെട്ട, വഹിയായിട്ട് ബന്ധപ്പെട്ടതാണ് ജബലുന്നൂർ അല്ലേ? അപ്പൊ അവിടെ വഹി ആയിട്ട് ബന്ധപ്പെട്ടത് അതുകൊണ്ട് ജബലുന്നൂർ പേര് വന്നതാണ്. പ്രകാശത്തിന്റെ ഒരു പർവ്വതം. പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവ് പ്രകാശത്തിനെ സൂചിപ്പിക്കാറുണ്ട്. പ്രകാശത്തിന് അറിവിനെ സൂചിപ്പിച്ചുകൊണ്ട് പ്രകാശം നൂർ എന്ന് പറയാറുണ്ട്. ടു ഡിനോട്ട് നോളജ് വി യൂസ് നൂർ അല്ലേ? അതല്ല, ഇവിടെ നൂർ എന്ന് പറഞ്ഞാൽ ലൈറ്റ്. എന്താണ്? ദ ലൈറ്റ്. എന്താണ്? എന്താണ് മലയാളം? മലയാളത്തിൽ എന്താ പറയാ? ലൈറ്റ്, പ്രകാശം. എന്താണ്? പ്രകാശം. എന്താണ്? പ്രകാശം. പ്രകാശം അതറിയില്ലേ? ലൈറ്റ് 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 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. മലയാളം അറിയണം. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം. സാധാരണ ഉപയോഗിക്കുന്നത് ലൈറ്റ് ലൈറ്റ് എന്ന് ഉപയോഗിച്ച് മലയാളത്തിൽ പ്രകാശം എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. അല്ലാഹു സേസ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജഹ് الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء يضرب الله الأمثال للناس والله بكل شيء عليم. Allah says in somewhat a long verse, കുറച്ച് നീളമുള്ള ഒരു ആയത്തിൽ പറയുന്നു അല്ലേ? Allah says, Allahu nurus samawati wal ard. Allah is the light of the heavens and the earth. Allah നൂറ് പ്രകാശമാണ് അല്ലേ? ലൈറ്റാണ്. അസ്സമാവാതി വൽ അർദ്. നൂറുസ് സമാവാതി വൽ അർദ്. സമാവാത് ആകാശങ്ങൾ. ഹൗ മെനി സമാ? 7. 7 ആകാശങ്ങൾ അല്ലേ? വൽ അർദ് ഭൂമിയുടെയും ആകാശഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു. Allah says, Allah is the light of the heavens and the earth. Allah is the Allahu nurus samawati wal ard. Allah is the light of the heavens and the earth. Mathalu nurihi kamishkat. What is the likeness of his nur, of his light? അള്ളാഹുവിന്റെ ഈ പ്രകാശത്തിന്റെ ഒരു ഉപമ എന്ന് പറഞ്ഞാൽ, ഒരു ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ്? മസൽ ഒരു എക്സാമ്പിൾ, ഒരു ലൈക്ക്നെസ്. മസലു നൂരിഹി, ഹിസ് likeness, a likeness of his nur, his light is kamishkat. It is like a nick, NICH, ഒരു വിളക്കുമാടം പോലെയാണ്. അള്ളാഹുവിന്റെ പ്രകാശത്തെ കുറിച്ച് എക്സാമ്പിൾ പറയാം, ഒരു ഉദാഹരിച്ച് പറയാം. കമിഷ്കാത്ത് ഒരു വിളക്കുമാടം പോലെയാണ്.
ഫിഹാ മിസ്ബാഹ്, ആ വിളക്കുമാടത്തിൽ ഒരു മിസ്ബാഹ് ഉണ്ട്. മിസ്ബാഹ് മീൻസ് സിറാജ്, എന്താണ് വിളക്ക്, വിളക്ക്, ലാമ്പ്. There is a lamp in it. In it wherein there is a lamp. Al misbah fi zujajah. ആ ലാമ്പ് എവിടെയാണ്? The lamp is in a glass. ആ വിളക്ക് വെച്ചിരിക്കുന്നത് എവിടെയാണ്? In a glass. എവിടെ? In a zujaja. Zujaja means glass. ഒരു ഗ്ലാസ്സിൽ. كأنها كوكب دري. ആ സുജാജ് അത് ആണെങ്കിൽ എങ്ങനെയാണ്? അപ്പൊ ഈ വിളക്ക് എങ്ങനെയാണ്? كأنها كوكب دري. As if it were brightly shining star. ഒരു തിളങ്ങുന്ന നക്ഷത്രം പോലെ, ഒരു തിളങ്ങുന്ന നക്ഷത്രം പോലെ. എങ്ങനെ? യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യത്തിൻ. എന്താണ്? lit from a blessed olive tree, neither eastern nor western. ഗർബിയ്യത്തും ഷർഖിയ്യത്തും അല്ലാത്ത, ഗർബിയ്യത്തും ഷർഖിയ്യത്തും അല്ലാത്ത. ഗർബ് മീൻസ് പടിഞ്ഞാറ്, ഷർഖ് മീൻസ് പടിഞ്ഞാറ്, ഓപ്പോസിറ്റ് കിഴക്ക്, കിഴക്കല്ല കിഴക്ക്. എന്താണ്? കിഴക്കോ പടിഞ്ഞാറോ അല്ലാത്ത ഒരു ഒലിവ് മരം, മനസ്സിലല്ലേ? ആ ഒലിവ് മരത്തിൽ നിന്ന്, അനുഗ്രഹീതമായ ഒരു മുബാറക്കത്തായ ഒരു ഒലിവ് മരത്തിൽ നിന്ന് കത്തിക്കപ്പെട്ട ഒരു തിളങ്ങുന്ന നക്ഷത്രം പോലെ ശരി ആണ്. എങ്ങനെ കത്തിക്കപ്പെടുന്നത്? ലം വലൗലം തംസസ്ഹു നാർ, തീ അതിനെ തൊട്ടിട്ടില്ലെങ്കിലും, എന്ത്? തീ അതിനെ തൊട്ടിട്ടില്ലെങ്കിൽ പോലും, ദോ ഫയർ ഡസ് നോട്ട് ടച്ച് ഇറ്റ്, ഫയർ, തീ അതിനെ തൊട്ടിട്ടില്ലെങ്കിൽ പോലും അത് കത്തി തിളങ്ങുന്നു, നല്ല തിളങ്ങുന്നു, നല്ല തിളങ്ങുന്ന ഒരു വെളിച്ചം, ഒരു വിളക്ക്. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, ലൈറ്റ് അപ്പോൺ ലൈറ്റ്. എന്താണ്? ലൈറ്റ് അപ്പോൺ ലൈറ്റ്, പ്രകാശത്തിന് മേൽ പ്രകാശം, നൂറിന് മേൽ നൂറ്, പ്രകാശത്തിന് മേൽ പ്രകാശം, അത്രക്ക് പ്രകാശം. ശരി. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. Allah guides whomsoever he pleases to his light. അള്ളാഹു അവന്റെ പ്രകാശത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലാക്കുന്നു, ഹിദായത്തിൽ ഗൈഡ് ചെയ്യുന്നു, വഴി കാണിക്കുന്നു. അള്ളാഹു അവന്റെ പ്രകാശത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു. മനസ്സിലായില്ലേ? ആ നൂറിലേക്ക്, അള്ളാഹുവിന്റെ നൂറിലേക്ക്. മനസ്സിലായില്ലേ? ويضرب الله الأمثال للناس والله بكل شيء عليم. And Allah set forth parables for man. അള്ളാഹു മനുഷ്യന് ഉദാഹരണങ്ങൾ ഉദാഹരിച്ച് നൽകുന്നു, വിശദീകരിച്ച് ജനങ്ങൾ മനസ്സിലാക്കാൻ. And Allah is cognizant of all things. Wallahu bikulli shay'in alim. Allah knows all things, everything. അപ്പോൾ അള്ളാഹു ഒരു പ്രകാശം പോലെയാണ്. ശരി. അള്ളാഹു തന്നെ ഉപയോഗിച്ചൊരു പദമാണ് അന്നൂർ, അള്ളാഹുവിനെ കുറിച്ച്. അന്നൂർ, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. Allah is the light of heavens and earth. مثل نوره كمشكات. A likeness of his light is like a niche. فيها مصباح, wherein there is a lamp. المصباح في زجاجة, and the lamp is in a glass. كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية. And the glass is as if it were brightly shining star lit from a blessed olive tree, neither eastern nor western. يكاد زيتها يضيء, whereof almost emanates light, though fire does not touch it. വലൗലം തംസസ്ഹു നാർ, തീ തൊട്ടിട്ടില്ലെങ്കിലും അതിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്തുകൊണ്ട്, ലൈറ്റ് എമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ലൈറ്റ് എമിറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് എമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ലൈറ്റ് പ്രകാശം ഉത്സർജിച്ചുകൊണ്ടിരിക്കുന്നു.
നൂറുൻ അലാ നൂർ, ലൈറ്റ് അപ്പോൺ ലൈറ്റ്, പ്രകാശത്തിന് മേൽ പ്രകാശം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, Allah gives whomsoever he pleases to his light. Wallahu bikulli shay'in alim, and Allah is cognizant of all things, or Allah knows all things. Next, al-hadi, the guide, vazhigatti. وَكَفَى بِاللَّهِ هَادِيًا وَنَصِيرًا, Allah says, and sufficient is your Lord as a guide and a helper. നമുക്ക് നാസുർ ആയിട്ടും ഹാദി ആയിട്ടും അല്ലാഹു മതി. ഹാദി ആയിട്ട് അല്ലാഹു മതി. അല്ലാഹു ആണ് നമുക്ക് വഴി കാണിച്ചിരുന്നത്. നബി വഴി കാണിച്ചിരുന്നുണ്ട്. അല്ലാഹു കാണിച്ചു തരാൻ കൽപ്പിച്ച വഴിയാണ് നബി നമുക്ക് കാണിച്ചിരുന്നത് കേട്ടോ. അൽ ബദീഉ, നെക്സ്റ്റ് അൽ ബദീഉ, the originator, بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون. Wonderful originator of the heavens and earth. ആകാശഭൂമികളുടെ ഒറിജിനേറ്റർ, ആകാശഭൂമികളുടെ വിധാതാവ്, ആദ്യമായി ആകാശഭൂമികൾ ഉണ്ടാക്കിയവൻ ആരാണ്? ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ആകാശം ഭൂമിയൊന്നും ഇല്ലായിരുന്നു, ആകാശങ്ങളും ഭൂമിയൊന്നും ഇല്ലായിരുന്നു. അല്ലാഹു ആദ്യമായി അതുണ്ടാക്കി. ഓക്കേ, وَإِذَا قَضَى أَمْرًا, when he deserves, when he decrees an affair, ഒരു കാര്യം അല്ലാഹു തീരുമാനിച്ചാൽ, അല്ലാഹു വിധിച്ചാൽ, അല്ലാഹുവിനൊക്കെ ഒരു കാര്യം ഉണ്ടാക്കണം തീരുമാനിച്ചു, അല്ലാഹ് എന്ത് ചെയ്യണം? എന്നാൽ അല്ലാഹ് അപ്പൊ എന്ത് ചെയ്യും? فَإِنَّمَا يَقُولُ لَهُ كُن فَيَكُونُ. فَإِنَّمَا يَقُولُ لَهُ كُن فَيَكُونُ. He only says to it, be, kun എന്ന് പറയുള്ളൂ. അല്ല കുന്ന് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അള്ളാഹ് നാവുകൊണ്ട് പറയാനൊന്നും ഉദ്ദേശിക്കരുത്. അള്ളാഹുവിനെ നമ്മൾ മറ്റ് ജീവികളുമായിട്ട് സങ്കല്പിക്കാൻ പാടില്ല, താരതമ്യപ്പെടുത്താൻ പാടില്ല. ശരിയല്ലേ? നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ മതി. ബി അപ്പോൾ ആനിറ്റീസ് ഫയക്കൂൻ, അപ്പോൾ അതുണ്ടാവും. അപ്പൊ അള്ളാഹു ബദീഉ ആണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹുവിന് പുതിയതായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഉള്ള കാര്യങ്ങളിൽ നിന്നല്ല. നമ്മളൊരു മനുഷ്യ കസേര ഉണ്ടാക്കണമെങ്കിൽ ആദ്യം മരം വേണം, തടി വേണം, അല്ലേ? എന്നിട്ട് അത് വെച്ചിട്ട് ആശാരി ഉണ്ടാക്കുക, അല്ലേ? വീടുണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ വേണം? ശരിയല്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പലരും പുതിയ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ പുതിയ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ടി വി കണ്ടുപിടിക്കുന്നു, റേഡിയോ കണ്ടുപിടിച്ചു. ഇതൊക്കെ മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ അസംബിൾ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലേ? ദർ ഇസ് നത്തിങ് ന്യൂ ആക്ച്വലി. വേറെ പുതിയതായിട്ടൊന്നുമില്ല. പുതിയതായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ അള്ളാഹു ഉണ്ടാക്കുന്നത് മാത്രം. ശരിയല്ലേ? അൽ ബാഖി, നെക്സ്റ്റ് അൽ ബാഖി, ദ എവർ ലാസ്റ്റിംഗ്, എന്നെന്നും ശേഷിക്കുന്നത്. ബാഖി നമ്മളിപ്പോൾ മലയാളീകരിച്ചിട്ടുണ്ട്, അല്ലേ? മലയാളത്തിൽ ബാക്കി എന്നറിയില്ല നമ്മൾ. ബാക്കി അവശേഷിക്കുന്നത്, അത് അറബി എന്നുള്ള വാക്കാണ്. ശരിയല്ലേ? ഇറ്റ് ഈസ് ഫ്രം അറബിക്. അൽ ബാഖി. ഇൻ മലയാളം ഭാഷ വി യൂസ് ബാക്കി. ബാക്കി പത്രം, ബാക്കിയായത്, ബാക്കി ശേഷിക്കുന്നത് ബാക്കി എന്ന് നമ്മൾ പറയും, അല്ലേ? ആ ബാക്കി എവിടെ നിന്ന് ഉണ്ടാകാം? അറബിയിലെ കാഫാണ് കേട്ടോ. പിന്നെ മലയാളത്തിലാണ് ബാക്കിയായി, ബാക്കിയായി. അൽ ബാഖി, അൽ ബാഖി, ദ എവർ ലാസ്റ്റിംഗ്, എന്നെന്നും ശേഷിക്കുന്നവൻ. അള്ളാഹു അവസാനിക്കുന്നില്ല, അള്ളാഹു എന്നെന്നും ശേഷിക്കുന്നു. വല്ലാഹു ഖൈറും വഅബ്ഖാ, അള്ളാഹു ഈസ് ഖൈർ, വെർച്യു, അള്ളാഹു നന്മയാണ്. വഅബ്ഖാ, വൺ ഹൂസ് ഡ്യൂറേഷൻ നെവർ എൻഡ്സ്, അള്ളാഹുവിന്റെ ഡ്യൂറേഷൻ അവസാനിക്കുന്നില്ല, എന്നും ബാക്കിയായി നിൽക്കുന്നു. ശരിയല്ലേ? അള്ളാഹുവിന്റെ കാലാവധി അവസാനിക്കുന്നില്ല. മറ്റുള്ളവർക്ക് കാലാവധി ഉണ്ട്, അല്ലേ? നെക്സ്റ്റ് അൽ വാരിസ്, ദ അൾട്ടിമേറ്റ് ഇൻഹെറിറ്റർ, ആത്യന്തികമായിട്ട് എല്ലാം ഏറ്റെടുക്കുന്നവൻ, ആത്യന്തികമായിട്ട് അവകാശം ഏറ്റെടുക്കുന്നവൻ. അൽ വാരിസ്, എല്ലാത്തിന്റെയും അനന്തരാവകാശം ഏറ്റെടുക്കുന്നവൻ. ദ അൾട്ടിമേറ്റ് ഇൻഹെറിറ്റർ അൽ വാരിസ്. وَلِلَّهِ مِيرَاثُ السَّمَاوَاتِ وَالْأَرْضِ, and to him belongs the heritage of heavens and earth. ആകാശഭൂമികളുടെ മുഴുവൻ അനന്തരാവകാശം ഇതെല്ലാം ആർക്കുള്ളതാണ്? അപ്പൊ നമ്മൾ പറയില്ലേ, ഒരു 4 സെന്റ് ഉണ്ടെങ്കിൽ ആ 4 സെന്റ് ഞാൻ മരിച്ച എൻ്റെ കുട്ടികൾക്കുള്ളതാണ്, എൻ്റെ ഭാര്യക്കുള്ളതാണ്, എൻ്റെ ഉമ്മാക്കുള്ളതാണ്, ഉപ്പാക്കുള്ളതാന്ന് പറയില്ലേ? അപ്പം ഇത് ഈ ലോകത്തിന്റെ മൊത്തം അനന്തരാവകാശം ആർക്കാണ്? അപ്പോൾ വാരിസാണ്. അള്ളാഹ് വാരിസാണ്. ലോകത്തുള്ള എല്ലാവരും നശിച്ചു പോകും, എല്ലാം കൂടെ അള്ളാഹ് വാരിസ്. ശരിയല്ലേ? അർ റഷീദ്, നെക്സ്റ്റ് അർ റഷീദ്, അള്ളാഹ് സേസ്. അപ്പൊ റഷീദ് എന്നൊരു വാക്കായിട്ട് ഖുർആനിൽ അങ്ങനെ
കാണുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് റഷീദ് എന്നുള്ള വാക്ക് റുഷ്ദ് എന്നുള്ള വാക്കിൽ നിന്നാണ്. എന്താണ് റുഷ്ദ്? ഹിദായത്ത്, സന്മാർഗം. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. അവിടെ യർഷുദൂൻ അല്ലേ? അതിൽ നിന്നാണ് റഷീദ്. فَإِذَا سَأَلَكَ عِبَادِي എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ فَإِنِّي قَرِيبٌ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയാം. ഉജീബു ഞാൻ ഉത്തരം ചെയ്യുന്നു ദഅവത ദാഇ എന്നോട് ചോദിക്കുന്ന ആൾക്കാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. എന്നോട് ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ, എന്നോട് സൃഷ്ടിക്കാൻ ഇബാദത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരം നൽകും. ഇദാ ദഅാനി എന്നെ അവർ വിളിച്ചാൽ, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്താൽ ഫലസ്തജീബൂ ലി അതുകൊണ്ട് എനിക്ക് ഉത്തരം നൽകുക. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകണം. വൽയുമിനൂ ബി എന്നെ കൊണ്ട് വിശ്വസിക്കുക. ലഅല്ലഹും യർഷുദൂൻ അവർ റാഷിദീകളാവാൻ, അവർ റുഷ്ദിലാവാൻ, അവർ ഹിദായത്തിലാവാൻ. അപ്പം ഹിദായത്തിലാക്കുന്നവൻ, റുഷ്ദിലാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് റഷീദ് ട്ടാ. യർഷുദൂൻ അവരെ ഹിദായത്തിലാകാന്ന് പറഞ്ഞാൽ ആരാണ്? അവർ റുഷ്ദിലാവാൻ പറഞ്ഞാൽ ആരാണ് റുഷ്ദിലാക്കുന്നത്? റഷീദ്, അള്ളാഹു. അപ്പൊ അള്ളാഹുവിന്റെ ഒരു പേരാണ് അർ റഷീദ്. അപ്പൊ അബ്ദുൾ റഷീദ് എന്ന് പേരിടും അല്ലെ? റഷീദിന്റെ അടിമ, റഷീദിന്റെ അടിമ. അസ്സബൂർ, നെക്സ്റ്റ് അസ്സബൂർ, ദ പേഷ്യന്റ് വൺ. എന്താണ്? ക്ഷമാശീലൻ, ക്ഷമയുള്ളവൻ, സഹനമുള്ളവൻ. وما تنقم منا إلا أن آمنا بآيات ربنا لما جاءتنا ربنا أفرغ علينا صبرا وتوفنا مسلمين. ഫിർഔന്റെ ചരിത്രത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഫിർഔന്റെ ചരിത്രത്തിൽ പറയുന്നത് എന്ത്? وما تنقم منا إلا أن آمنا, അതായത് മൂസാ നബി ഫറവയുടെ ചില ആളുകൾ തന്നെ മൂസാ നബിയുടെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹു മൂസാ നബിക്ക് കൊടുത്ത ദൃഷ്ടാന്തങ്ങളെല്ലാം കണ്ടിട്ട് അവസാനം വിശ്വസിച്ചു പോയി അല്ലേ? അള്ളാഹുവിൽ മൂസാ നബിയിലൊക്കെ വിശ്വസിച്ചു. അപ്പോൾ ഫിർഔൻ കൊണ്ടുവന്ന ആൾക്കാരന്നെ വടി പാമ്പായ ചരിത്രമൊക്കെ കേട്ടിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ തന്നെ വിശ്വസിച്ചു പോയി. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ചപ്പം ഫിർഔൻ നിങ്ങൾ എന്നെ പറ്റിച്ചു എന്നുള്ളത് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് وما تنقم منا إلا أن آمنا بآيات ربنا. നീയിപ്പം ഞാൻ നിന്നെ ശിക്ഷിക്കും, നിങ്ങളെ ശിക്ഷിക്കും എന്നൊക്കെ ഫിർഔൻ പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ഇവര് എന്ത്? ഞങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം ഞങ്ങൾക്ക് എത്തിയപ്പോൾ നമ്മജാത്തിന റബ്ബ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തം ഞങ്ങൾക്ക് വ്യക്തമായി അത് എത്തിയപ്പോൾ ഞങ്ങൾ അത് സ്വീകരിച്ചു, അത് വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് നീ ഞങ്ങളോട് ഇപ്പോൾ പ്രതികാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ ഞങ്ങളെ ശിക്ഷിക്കുന്നത്. അത് ഞങ്ങൾക്കൊരു പുല്ലില്ല, ഒരു പ്രശ്നമല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചു, നീ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിച്ചോ, എന്നാലും വേണ്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റ, അള്ളാഹുവേ ഞങ്ങൾക്ക് ഇനി സഹന ശക്തി, ക്ഷമ നൽകണേ. ക്ഷമ നൽകുന്നവൻ ആണ് അള്ളാഹു, സബൂർ. വതവഫനാ മുസ്ലിമീൻ, ഞങ്ങളെ മുസ്ലിങ്ങളായി മരിപ്പിക്കണേ. അത് ഈ ശിക്ഷ ഏൽക്കാൻ പോകുമ്പോൾ ഞങ്ങളെ വിശ്വാസത്തിൽ നിന്ന് മാറാനുള്ള മനസ്സുണ്ടാവരുത്, സഹിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം ഞങ്ങൾ.